ഹായ്, എല്ലാവർക്കും സുഖമാണോ? രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ടെൻഷൻ പിടിച്ചൊരു പ്രശ്നത്തിലായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാനൊരു 4-5 മാസത്തിന് മുമ്പ് മുടി സ്ട്രേറ്റ് ചെയ്യാൻ എനിക്കൊരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ മുടി ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പൈസ തന്നു, ഞാൻ പോയി. അപ്പം ഞാൻ സ്ട്രേറ്റ് ചെയ്തിരുന്നെന്നുള്ള പാർലറിലെ ചേച്ചി അവിടെ ഇല്ല. അവർ ദൂരെ എവിടെ പോയപ്പോൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അപ്പം ഞാൻ വേറൊരു ഫ്രണ്ട് പറഞ്ഞ് ആ ഒരു ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയി. ചാക്കയിലാണ് കേട്ടോ, ചാക്കയിലാണ് ഞാനിപ്പോൾ പോയിരുന്നത്. അവരോട് ഞാൻ പറഞ്ഞു സ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു സ്മൂത്തനിങ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കത് കംഫർട്ടാണെന്ന് തോന്നി. ഓക്കെ എന്ന് പറഞ്ഞു. സ്മൂത്തനിങ് ചെയ്തു. കാരണം സ്മൂത്തനിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ടൈം എടുക്കുന്നൊരു പരിപാടിയാണത്. ഇവരും ഏകദേശം ടൈം എടുത്തു. പക്ഷേ എങ്കിലും ഞാൻ ഫസ്റ്റ് ചെയ്ത് അതേ ഇതൊന്നും ആയിട്ടില്ല. ആ ക്രീമല്ല അവർ യൂസ് ചെയ്തത്. കാരണം ക്രീമിൻ്റെ സ്മെല്ല് നമുക്കറിയാൻ പറ്റും. ഇതൊന്നുമല്ല യൂസ് ചെയ്തത്. ഒക്കെ ഞാൻ ചെയ്തു. ഇവിടെ വന്നു, അവരെന്തെങ്കിലും ഷാമ്പുവും കണ്ടീഷണറും വില മേടിച്ച് തന്നു. ഞാനത് വാങ്ങി. അത് യൂസ് ചെയ്യുന്ന സമയം എൻ്റെ മുടി മൊത്തത്തിൽ അങ്ങ് പോകുന്നു, മുടോടുകൂടി അങ്ങ് പോകുന്നു. മുടി പൊട്ടുന്നു. പിന്നെ എൻ്റെ മുടി അങ്ങ് പൊട്ടി. അത് സ്ട്രെയിറ്റ് ചെയ്താണോ സ്മൂത്തനിങ് ചെയ്താണോ ഒന്നും പറയില്ല, ചകിരി പോലെ ആയിപ്പോയി. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫെം സ്റ്റൈൽ എന്നും പറഞ്ഞിട്ടൊരു ബ്യൂട്ടീഷ്യൻ്റെ ആഡ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നെടുമ്പങ്ങാട് പോയത്. ഇവിടെ ഇടപ്പഴിഞ്ഞിലുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ നെടുമ്പങ്ങാട് 10ാം കല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി. അവിടെ പോയിട്ട് അവർ പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ചെയ്യരുത്, മുടി മൊത്തം പോയതാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ബോട്ടക്സ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കുറേ നാൾ മുടിക്ക് നല്ല ആരോഗ്യമുള്ള ക്രീമൊക്കെയാണ്. അപ്പോൾ അത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ഇത്ര റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഉണ്ട് എൻ്റെ മുടി ബോട്ടക്സ് ചെയ്തപ്പോൾ ഞാൻ നല്ല ഒരു കംഫർട്ടാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനതൊരിക്കലും ആ ഒരു ബ്യൂട്ടി പാർലറിനെ പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല, മറ്റൊരു ബ്യൂട്ടി പാർലറിനെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനാണ്. ഓക്കെ, നമുക്ക് പൈസ കൊടുത്തിട്ട് കുറഞ്ഞ ക്രീം ഇപ്പോൾ 4000-5000 വാങ്ങിയിട്ട് കുറഞ്ഞ ക്രീമിൽ ലോക്കൽ ക്രീമൊക്കെ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി അത് ബാധിക്കും. നമുക്ക് പിന്നെ തിരിച്ച് കിട്ടുന്നൊരു സാധനമല്ല. മനസ്സിലായില്ല? അപ്പം സ്ട്രെയിറ്റ് ചെയ്യണം, സ്മൂത്തനിങ് ചെയ്യണം. നമുക്ക് ഒരുമാതിരിപ്പെട്ട ലേഡീസിന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, വീട്ടമ്മമാർക്കെല്ലാം ഇഷ്ടമാണ്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ നല്ല പാർലർ, ഇന്ന പാർലറെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല പാർലർ നിങ്ങൾക്ക് നല്ലതായിട്ട് നല്ല കംഫർട്ടായിട്ട് തോന്നുന്നിടത്ത് പോവുക. അല്ലാണ്ട് അവർ സജഷൻ ചെയ്യുന്നു, ഇവർ സജഷൻ ചെയ്യുന്നു, എല്ലാവർക്കും എല്ലാ ക്രീമും ഒരേപോലെ നമ്മുടെ ഹെഡിന് പിടിക്കില്ല. അതുപോലെ നല്ല പോയിട്ട് നല്ലതായിട്ട് ചെയ്യുക. പക്ഷേ ഞാൻ ഇന്നലെ പോയ ഫെം സ്റ്റൈൽ എനിക്കതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റാഫും നല്ല ഒരു സഹകരണമാണ്, എല്ലാവരും നല്ലൊരിതാണ്. അപ്പോൾ ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അവരുടെ ഇത് കിട്ടും.